ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ഹാക്സ് ആയിട്ടാണ്. ഇതെല്ലാം ഇതുവരെ യൂസ് ചെയ്യാത്ത സോക്സാണ്, ബേബി സോക്സാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഈ ഒരു സോക്സാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മറിച്ചെടുക്കുമ്പോൾ ഒരു പോലത്തെ ആ ഒരു ഷേപ്പില്ലേ, അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഒരു ലൈൻ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചെടുത്താൽ ഇതിൻ്റെ രണ്ട് കോർണറും ശരിയായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് ശരിയായിട്ട് കിട്ടാൻ വേണ്ടി ഇതൊന്നുകൂടെ നേരെ എടുത്തിട്ട് ആ പോലെ ഇരിക്കുന്ന ആ ഭാഗത്ത് ഒരു കത്രിക ഉപയോഗിച്ച് രണ്ട് സ്ഥലത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു കോർണർ നല്ലപോലെ കിട്ടും. ഇനി ഇതൊന്ന് മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഇതിൻ്റെ ആ താഴത്തെ ഭാഗമില്ലേ, അത് രണ്ട് സൈഡും ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് മടക്കി വെച്ചിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ ഞൊറിവ് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു സൂചി ഉപയോഗിച്ച് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ടൈറ്റാക്കി തന്നെ സൂചിയും നൂലും ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള നൂല് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്ഥലമില്ലേ, ആ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ അവിടെ എന്തെങ്കിലും ചെയ്യണം. അതിനായിട്ട് നമ്മൾ വേറൊരു സോക്സ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയ ഒരു സോക്സാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ ബോ പോലെ കാണുന്നുണ്ട്. അത് ഞാനിങ്ങനെ അവിടുന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ആ ബോയുടെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബോയുടെ നടുക്കോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ വലിയ ബോ എടുക്കുക. അതിൻ്റെ നടുക്കോട്ട് ഈ ചെറിയ ബോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്നല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആ ഒരു ചെറിയ ബോയും കൂടെ വെച്ചെടുത്തപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിക് സ്ലൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പം അതിനായിട്ട് ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഫെവിക്കോൾ ആ സ്ലൈഡിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ബോ ഇങ്ങനെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിഷ്ടമല്ലെങ്കിൽ ഇതുപോലെ ചരിച്ചാണേലും സ്ലൈഡ് വെച്ച് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ നമുക്ക് വലിയവർക്കും കൂടി വെക്കാനായിട്ട് പറ്റും. മറ്റേത് കുട്ടികൾക്കൊക്കെ വെക്കാനായിട്ടാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചെടുക്കാം. ഇത് ബേബി സോക്സ് ആയതുകൊണ്ട് കുറച്ച് ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി നമുക്ക് അടുത്ത സോക്സ് എടുക്കാം. ഇതും നല്ല ഭംഗിയുള്ള ഒരു സോക്സാണ്. ഒരു പാക്കറ്റിൽ 4 സോക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ബഡ്സ് ഇടുന്ന ഒരു ടിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോക്സ് ഈ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വലിച്ചു കൊടുക്കുക. സോക്സ് ആയതുകൊണ്ട് നല്ലപോലെ വലിഞ്ഞു കിട്ടും. ഇനി നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ വീടിനകത്തൊക്കെ കുറച്ച് ചെടിയൊക്കെ വെക്കാനായിട്ട്, ഇപ്പം മണ്ണ് നിറച്ച് വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കുവാനാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പെൻ ഹോൾഡറായിട്ടാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് സോക്സ് എടുക്കാം. അത് കുറച്ചുകൂടി നീളമുള്ള സോക്സുകളാണ്. അത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഇതുപോലെ കയ്യിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ടേബിളിൻ്റെ അടിയിൽ അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റും. ഇനി ഞാൻ എടുക്കുന്നത് ഒരു ജാർ കേക്ക് മേടിച്ചപ്പോൾ കിട്ടിയ ഒരു ടിന്നാണ്. അതുപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ സോക്സ് ഇങ്ങനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് ആ ടിന്ന് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സോക്സ് ഇങ്ങനെ വലിച്ചിട്ട് കൊടുത്താൽ മതി. എന്തോരം പാകത്തിന് വരുന്നോ അതുപോലെ ഒന്ന് വലിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് വലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് കുറച്ച് ചുളുങ്ങി ഇരിപ്പുണ്ട്. അത് താഴത്തേക്കൊന്ന് വലിച്ചു കൊടുക്കുക. താഴത്താവുമ്പോൾ കുഴപ്പമില്ല, അതിങ്ങനെ നിലത്തിങ്ങനെ വെക്കുമ്പോൾ അറിയത്തില്ല. ഇനി ഇതിൻ്റെ ആ ഒരു സൈഡിലേക്ക് നമുക്കൊരു റിബൺ കെട്ടിക്കൊടുക്കാം. സോക്സ് ഗ്രീൻ ആയതുകൊണ്ട് ഞാനൊരു റെഡ് റിബണാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ സൈഡിൽ ഒരു ചെറിയ ബോ പോലെ കെട്ടിക്കൊടുക്കാം.
ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ റിബൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ എന്തെങ്കിലും പെയിൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ബീഡ്സ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഡിസൈൻ ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ബോ ഏകദേശം കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിച്ചം വരുന്ന റിബൺ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ 2 റിബണിലും താഴത്തോട്ട് നിൽക്കുന്ന 2 റിബണിലും വെച്ചിട്ട് പിടിച്ചിട്ട് ബോയുടെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതാണ് വേണ്ടെങ്കിൽ ഒന്ന് താഴത്തേക്ക് വലിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ചെറുതായി കിട്ടും. അപ്പം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. 2 സൈഡിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം. വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ ഒരു പകുതി ഭാഗമേ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളൂ. ഇനി ഇതിനുള്ളിലേക്ക് എന്തെങ്കിലും ചെടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മണി പ്ലാന്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് വീടിൻ്റെ അകത്തൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ 2 സോക്സ് എടുക്കാം. 2 എണ്ണം വേണ്ട, 1 എണ്ണം മതി. എന്നിട്ട് നമുക്കിത് മുടി കെട്ടാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഹെയർ ബാൻഡൊന്നും കയ്യിലില്ല, അതൊന്നും കാണാനില്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ സോക്സ് ഉപയോഗിച്ച് മുടി ഇതുപോലെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഒരു ബോ പോലെ തന്നെ ഇരുന്നോളും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.